നമസ്കാരം. എൻ്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. ഒരഭിപ്രായം, എൻ്റെ കാഴ്ചപ്പാടിലുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. അത് മാധ്യമത്തിലൂടെ പറയണതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. എൻ്റെ അഭിപ്രായമാണ്. അത് പലർക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ട്, ചിലർക്ക് ഇഷ്ടപ്പെടാത്തതുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നത് ഭക്ഷണ സാധനങ്ങളാണ്. ഞാൻ ഒരു ഫാസ്റ്റ് ഫുഡ് നടത്തുന്ന വ്യക്തിയാണ്. 38 വർഷം കൊണ്ട് ഞാൻ ചെയ്യുകയാണ്. പിന്നെ ഈ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കാനുള്ള എല്ലാവർക്കും ഒരു പേടി ഇപ്പോഴും എനിക്കുമുണ്ട്. ആ പേടി അതിൻ്റെ കാരണം, ഞാൻ മുമ്പ് ഒരു ചായക്കട ജോലിക്കുണ്ടായിരുന്നു. കാട്ടാക്കട ലക്ഷ്മണനാടാര കട എന്ന് പറയും, അംബിക ഹോട്ടൽ. അപ്പോൾ അതിൽ ജോലിക്ക് നിന്നപ്പോൾ ആദ്യം ചായ ഉണ്ടാക്കിയാൽ ആ മുതലാളി ചായ കുടിക്കും. ആദ്യം അപ്പം ചുട്ടാൽ ദോശ ചുട്ടാലും ആദ്യം അദ്ദേഹം എടുത്ത് കഴിക്കും. കഴിച്ചിട്ടേ വെളിയിൽ കൊടുക്കാൻ പറയുള്ളൂ. അപ്പോഴൊക്കെ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, എന്താടാ ഇദ്ദേഹം ഇതെല്ലാം കഴിച്ച് നോക്കിയിട്ട് കൊടുക്കാൻ വേറെ ജോലിയില്ലേ ആൾക്കാർക്ക് കൊടുക്കണം. ഇങ്ങനെയാണ് എൻ്റെ മനസ്സിൽ. ഒരു ദിവസം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്നത്തെ ഊണിൽ അവിയൽ കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത്രയും അവിയൽ കൊടുക്കാൻ പിന്നെ ഊണിന് എങ്ങനെയാണ് മുതലാളി അവിയൽ കൊടുക്കണ്ടേ? അവിയൽ എടുത്ത് കളഞ്ഞുതരാം, അത് പോഞ്ഞു പോയി എന്ന് പറഞ്ഞു. അയ്യോ പിന്നെ ഊണിന് എന്ത് കൊടുക്കും? അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വാക്ക് പറഞ്ഞു, മറ്റുള്ള കച്ചവടം പോലെയല്ല ഈ ഭക്ഷണം, മറ്റുള്ള ബിസിനസ് പോലെയല്ല. ഈ ബിസിനസ് ആഹാരമാണ്. ആഹാരം എന്ന് പറഞ്ഞ സാധനം വളരെ വിശ്വസിച്ചും ഭംഗിയായിട്ടും വൃത്തിയായിട്ടും കൊടുക്കേണ്ട സാധനമാണ്. അതിനകത്ത് മായം ചേർക്കാൻ പാടില്ല. വില വാങ്ങിക്കാം, സൗകര്യമുള്ളതും കഴിച്ചാൽ മതി. പക്ഷേ മായം ചേർക്കുന്നത് നല്ലതല്ല. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം നാളത്തെ തലമുറയിലുള്ള കുട്ടികൾ കഴിക്കുന്നതാണ്. നമ്മളൊക്കെ മരിച്ചു പോയാലും അടുത്ത തലമുറ കുട്ടികൾ ഇവിടെ ജീവിക്കാനുള്ളതാണ്. അവർക്ക് വേണ്ടി നമ്മൾ നല്ല ഭക്ഷണം ഉണ്ടാക്കുക. പണം മാത്രമല്ല ഇതിനകത്തുള്ളത്, പൈസ വേണം ജീവിക്കാൻ വേണ്ടി. പക്ഷേ പൈസ മാത്രമല്ല നമ്മൾ ഇതിനകത്ത് നോക്കേണ്ടത്. അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ രുചിയും നന്മയും നല്ലതും കൊടുക്കണം. പണ്ടൊക്കെ ഞങ്ങൾ ബിരിയാണി വയ്ക്കുമ്പോൾ ബിരിയാണിയിൽ പുറത്തിച്ചൊക്കെ ഇടും. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ മണം കിട്ടാനും അത് ആൾക്കാർ കഴിക്കുമ്പോൾ ദഹിക്കാനും വേണ്ട. ഇപ്പോൾ അതിന് പകരം ഒരു 2 തുള്ളി എസൻസ് ഒഴിക്കും. എസൻസ് എന്ന് പറഞ്ഞാൽ പെട്രോളിൽ ഉണ്ടാക്കുന്നതാണ് എൻ്റെ അറിവ്. അത് വലിയ കേടാണ്, അതങ്ങനെ കൊടുക്കാനേ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആണ് ഈ ഞങ്ങളൊക്കെ കൊച്ചുനാളിൽ ഈ ആശുപത്രി തിയേറ്ററുകളിൽ ചെന്നാണ് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി തള്ളുന്നത്. ഭയങ്കരമായി തള്ളും ഇടികളൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്നത്. പക്ഷേ ഇന്ന് ഞങ്ങൾ നോക്കുമ്പോൾ, ഈ പ്രായത്തിൽ നോക്കുമ്പോൾ ആശുപത്രികളിൽ OP ടിക്കറ്റ് എടുക്കാനാണ് ഇടിയും തള്ളലുമൊക്കെ. മരുന്ന് വാങ്ങിക്കാനേക്കാളും തള്ളൽ, പിന്നെ എക്സ്ട്രാ എടുക്കാൻ തള്ളൽ. നമ്മളൊരു അസുഖമായിട്ട് പോയി കഴിഞ്ഞാൽ അവന്മാർ 100 കൂട്ടം നമ്മളായിട്ട് ബ്ലഡ് ചെക്ക് ചെയ്യിക്കുന്ന വെച്ചാൽ പനിക്കായിട്ട് പോയിട്ട് അങ്ങേ അറ്റം വരെ ചെക്ക് ചെയ്യിക്കും. ഇതെല്ലാം എൻ്റെ ഒരു അറിവ് വെച്ച് ഈ മനുഷ്യന് രോഗം ഉണ്ടാകുന്നത് ആഹാരത്തിൽ നിന്നാണ്. നമ്മൾ തിയേറ്ററിലൊക്കെ ആൾ കുറവാണ്, പക്ഷേ ആശുപത്രിയിൽ ഭയങ്കരമായിട്ട് ആൾക്കാരാണ്. അപ്പോൾ ഈ നോക്കുമ്പോൾ അതിനെല്ലാം. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഡോക്ടർ പറഞ്ഞു തന്നത്, എൻ്റെ കടയിൽ വന്ന ഡോക്ടറാണ്. അങ്ങനെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഈ ക്രിയാറ്റിൻ്റെ അളവ് കൂടെയാണ് എന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മരുന്നിന് മാത്രം മാറില്ല, പകരം യോഗ ചെയ്യുക. യോഗ ചെയ്യുമ്പോൾ അവർ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും എൻ്റെ ശരീരത്തിലില്ല, പക്ഷേ ബ്ലഡിൻ്റെ അംശത്തിൽ ക്രിയാറ്റിൻ കൂടുന്നത്. അപ്പോൾ ഞാൻ ഏത്തമ്പഴം 2-3 കഴിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ക്രിയാറ്റിൻ കൂടുന്നതാണ് അദ്ദേഹം. യോഗ ചെയ്യാൻ പറഞ്ഞു. യോഗ ചെയ്യുക, ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കുക. അപ്പോൾ ക്രമേണം കൊണ്ട് ആഹാരം കുറച്ച് ഞാൻ അതൊക്കെ നോക്കിയപ്പോൾ വളരെ ക്ലിയറായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളും ചെയ്യേണ്ടത്, നിങ്ങൾ കടക്കാർ ചെയ്യേണ്ടത്, നമ്മളെല്ലാം കച്ചവടക്കാരാണ്. നമുക്ക് 200 വയസ്സ് വരെ നമ്മൾ ജീവിച്ചിരിക്കില്ല. നമ്മൾ കുറച്ച് ദിവസം ജീവിച്ചിരിക്കുക അങ്ങ് ചാവും. അത് കഴിഞ്ഞാൽ നമ്മളെ മക്കൾ, നമ്മളെ വരുന്ന തലമുറകൾ, മക്കളെ, നമ്മളെ മക്കളൊക്കെ തന്നെയാണ് ഈ ഭൂമിയിൽ. അവർ ജീവിക്കണം, നന്നായിരിക്കണം, നല്ല ആഹാരം കൊടുക്കണം, ആരോഗ്യമാണ്. നിങ്ങളെന്താണ് ഈ ആവശ്യമില്ലാതെ ഇഷ്ടംപോലെ കടകൾ ഉണ്ടാക്കി വയ്ക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉണ്ടാക്കുക, അന്ന് തീരുമ്പോൾ തീർന്നു എന്ന് പറയുക, അതല്ലേ നല്ലത്. നിങ്ങൾ 1 മാസത്തേക്കുള്ള സാധനം ഇന്ന് വില കുറച്ച് കിട്ടുമെന്ന് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യുക, അതിനെ വീണ്ടും ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഇറച്ചി എടുത്തുകൊണ്ട്, പുഴുത്ത ഇറച്ചിയാണ് എടുത്തുകൊണ്ട് പോകേണ്ടത്. സത്യം അത് കണ്ടിട്ട് ഞാൻ എന്നൊരു ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ച് വന്ന ഒരു കടയിൽ പോലും കാപ്പ് കുടിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. വീട്ടിൽ വന്നാൽ കഴിച്ചു. അത്ര പേടിയാണ് ഒരു കച്ചവടക്കാരനായി എനിക്ക് തന്നെ. അപ്പോൾ പൊതുജനങ്ങളെ കാര്യമോ? അപ്പോൾ നമ്മൾ പൈസ വാങ്ങിക്കുന്നു. നിങ്ങളും ഞാനൊക്കെ ഒരുപാട് കാലമൊന്നും ജീവിച്ചിരിക്കില്ല. അതുകൊണ്ട് ഈ കടക്കാർ, നിങ്ങളാണ് ഈ ആൾക്കാരെ രോഗിയുണ്ടാക്കുന്നത്. രോഗിയാക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം ഈ കച്ചവടക്കാരന്മാർക്കാണ്. ഞാനും കച്ചവടക്കാരനാണ്. പക്ഷേ അത് ശരിയല്ല, അതിന് മാറ്റമാണ്. ഇത് 90% കച്ചവടക്കാരനും സത്യസന്ധമാണ്. ഇത് 10%. അതായത് ഒരു ഉദാഹരണം പറയാം. ഒരു കുട്ടയിൽ 100 മാങ്ങയുണ്ട്. അതിൻ്റെ ഏറ്റവും മീതെ ഒരു അഴുകിയ മാങ്ങ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വഴിയെ പോകണമായി എല്ലാം ഈ 99 മാങ്ങയും അഴുകിയ മാങ്ങയായിട്ടേ കാണും. കാര്യം അവൻ ആ മീതായിരിക്കുന്ന മാങ്ങ അഴുകിയതാണ്. അതുപോലെ ചില കച്ചവടക്കാരന്മാർ പൈസ എന്ന് പറഞ്ഞ് ചാവാൻ നടക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ചാവണത്? നമ്മളെത്ര ഉണ്ടാക്കി വെച്ചാൽ നമ്മളെ തലമുറ നശിക്കും. അടുത്ത തലമുറയ്ക്ക് അവരുണ്ടാക്കേണ്ടത് ഉണ്ടാക്കിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം മറ്റുള്ള ബിസിനസ് പോലെയല്ല. അപ്പോൾ എന്നെ അംബിക ഹോട്ടൽ പറഞ്ഞ മുതലാളി പറഞ്ഞാണ് ഞാൻ ഇന്നും എൻ്റെ മനസ്സാണ്, ഭക്ഷണം നന്നായിട്ടും വൃത്തിയായിട്ടും കൊടുക്കുക, അതിലൊരു മായം ചേർക്കരുത്, അത് നന്നായിട്ട് കൊടുക്കുക. അത് തിരുവനന്തപുരം കോർപ്പറേഷൻ വളരെ ഭംഗിയായിട്ട് ആ കാര്യം നടത്തുന്നതാണ് എൻ്റെ ഒരു
ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ നന്നായിട്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് കേട്ടിട്ട് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കാണ് ഇമ്മൻ വലിയ ഓക്കിയനാണോ അത് സംസാരിക്കുന്നതെന്നൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും. അങ്ങനെയൊക്കെ അഭിപ്രായങ്ങളാണ്. നിങ്ങളത് ആ പേരും പറഞ്ഞ് എന്നെ ചീത്തയെന്ന് വിളിക്കാൻ. എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് പറയാൻ ഇതാണ് വേദി. എൻ്റെ മനസ്സിനകത്ത് കുറച്ച് ദിവസം കൊണ്ടേ ഉണ്ട് ഈ കാര്യം പറയണമെന്ന്. അപ്പോൾ പറയാൻ ഒരു വേദി എനിക്കില്ല. അപ്പോൾ ഞാൻ അങ്ങനെയാണ് വിചാരിച്ച് ഒരു ചാനൽ കാട്ടാൽ എന്ന് പറഞ്ഞ് എനിക്ക് ഒരു തുടങ്ങി അതിനകത്തൂടെ പൊതുജനങ്ങളെ എനിക്ക് അറിയിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ സത്യസന്ധമായിട്ട് എൻ്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നു ഞാൻ അറിയിക്കാം. അത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത്രയും ഞാൻ പറഞ്ഞു. താങ്ക് യു. നന്ദിയുണ്ട്.